ഹായ് ഗായ്സ്. ഞാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫുട്ബോളൊക്കെ കണ്ട് സുഖമായിരിക്കണമെന്ന് ആലോചിക്കുന്നു ഗായ്സ്. ഇന്നലെ ഞാൻ റിവ്യൂ ഇടാന്ന് വെച്ചതാണ്. അപ്പോഴാണ് ഇന്നലെ ആ സംഭവം എല്ലാവരെയും ഷോക്ക്ഡ് ആക്കിയ ഒരു സംഭവം തന്നെയാണ് ഗൈസ്. ഭയങ്കര വിഷമം, എല്ലാവർക്കും വിഷമമായ ഒരു സംഭവമാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ എല്ലാം ഫേവറേറ്റ്. ഞാൻ ആ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാനിഷ് മേസ്ട്രോ എന്നൊക്കെ പറയാവുന്ന ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ, ഡാനിഷ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ക്രിസ്റ്റ്യൻ എറിക്സൺ. നമ്പർ 10 ഡാനിഷ്, നമ്പർ 23 ടോട്ടനാം, നമ്പർ 24 ഇന്റർ മിലാൻ. ഗൈസ്, ക്രിസ്റ്റ്യൻ എറിക്സനെ ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ പൊച്ചിറ്റിനോ ടോട്ടനാമിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ടോട്ടനാമിലായിരുന്നു നമ്മുടെ ഗാരത്ത് ബെയിലിനെ റെക്കോർഡ് ഫീല് വിറ്റിട്ട് ടോട്ടനാം 11 പ്ലേയേഴ്സിനെ വാങ്ങിച്ചിരുന്നു. ആ 7 പ്ലേയേഴ്സിനെ വാങ്ങിച്ചിരുന്നു. ആ 7ൽ ഓൾമോസ്റ്റ് 3-4 പ്ലേയേഴ്സ് യൂസ്ലെസ് ആയിരുന്നു ഗൈസ്. പക്ഷേ ഒരു ജെം അവർക്ക് കിട്ടിയ ഒരു സ്വർണമാണ് ഗൈസ്, ഒരു ഡയമണ്ടാണ് ഗൈസ് ക്രിസ്റ്റ്യൻ എറിക്സൺ പൊച്ചിറ്റിനോ ഇറയിൽ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ കളിച്ചിരുന്ന ഒരാളാണ് ഗൈസ്. എറിക്സന്റെ ഇൻഫ്ലുവൻസ് കാണണമെങ്കിൽ നിങ്ങൾ ആ 16-17 സീസൺ എടുത്ത് കണ്ടാൽ മതി, ഓർ സംടൈംസ് 17-18 സീസൺ. എല്ലാത്തിലും ക്രിസ്റ്റ്യൻ എറിക്സന്റെ ക്രിയേറ്റിവിറ്റി, അസിസ്റ്റ് ലെവൽ. ഒരു കാലത്ത് നിങ്ങളതിലേക്ക് ടോട്ടനാം പോലെ ടീമിൽ കെവിൻ ഡിബ്രൂയിനേക്കാളും അസിസ്റ്റ് ക്രിസ്റ്റ്യൻ എറിക്സണാണ് ഇട്ടിരുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ എറിക്സന്റെ ഫ്രീ കിക്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രീ കിക്സ് എന്ന് തന്നെ പറയാം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്രിസ്റ്റ്യൻ എറിക്സനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇന്നത്തെ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ കളി, അങ്ങനത്തെ ഒക്കെ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ക്രിസ്റ്റ്യൻ എറിക്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്റ്റ്യൻ എറിക്സൺ അയാക്സിലെ മിഡ്ഫീൽഡർ ആയിരുന്നു. അയാക്സിൽ നിന്നാണ് ടോട്ടനാമിൽ വന്നത്. ടോട്ടനാമിൽ ഒരു 7 ഇയേഴ്സ് അങ്ങേരൊരു മാജിക് തന്നെയായിരുന്നു ഗൈസ്. ഓൾമോസ്റ്റ് അതിൽ 6 ഇയേഴ്സും ഫുൾ മാജിക് ആയിരുന്നു ഗൈസ് ആൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഹാരി കെയ്നൊക്കെ ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നത് എറിക്സന്റെ അസിസ്റ്റുകളായിരുന്നു ഗൈസ്. എറിക്സൺ, ഡെലെ അലി, അതൊരു സ്ക്വാഡ് തന്നെയായിരുന്നു ഗൈസ്. ഒരു യങ് ഡു. ഈ ടോട്ടനാമിൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ ടു ഡെയർ ഇസ് ടു ഡു. മീൻസ് നിങ്ങളത് ചെയ്യെന്ന് വിചാരിക്കുന്നത് തന്നെ ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനത്തെ ഒരു മോട്ടോയിൽ കളിച്ചിരുന്ന ഒരു പ്ലെയറാണ് ഗൈസ് ക്രിസ്റ്റ്യൻ എറിക്സന്റെ ഒരു 4-2-3-1 ഞാൻ മിക്കതും കാണുന്നത് 4-2-3-1 ഒരു റൈറ്റ് സൈഡഡ് ഇൻവേർട്ടഡ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് പ്ലെയർ എന്ന രീതിയിലാണ് ഗൈസ് ഞാൻ മിക്കതും കാണാറുള്ളത്. അമേസിങ് ടാലൻ്റ് ആയിരുന്നു ഗൈസ്, ഒന്നും സംശയമില്ല. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇരുന്ന് ക്രിസ്റ്റ്യൻ എറിക്സനെ കാണണം. കാരണം ലൈക്ക് ആഫ്റ്റർ കുറേ റിപ്പോർട്ട്സിന് ശേഷം സം ആർ റിപ്പോർട്ടിങ് ദാറ്റ് ഹി വോണ്ട് പ്ലേ അഗെയിൻ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്കറിയാൻ പാടില്ല ആര് ക്രിസ്റ്റ്യൻ എറിക്സൺ ആയിരിക്കുക. കാരണം അടുത്ത സീസണിലൊക്കെ നമ്മുടെ ഫേമസ് ഗെയിംസ്, ഫിഫ, പെസ് ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ യങ്ങർ ജനറേഷൻ ആളെ ഓർമ്മിപ്പിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഹി വാസ് എ ബെസ്റ്റ് പ്ലെയർ ഗൈസ്, നോ ഡൗട്ട്. അപ്പോൾ അതാണ് ക്രിസ്റ്റ്യൻ എറിക്സനേക്ക് പറയുന്നത്. ക്രിസ്റ്റ്യൻ എറിക്സണിലെ വിഷയത്തിനെ സംസാരിക്കുന്നത് തന്നെ ഞാനൊരു സെല്യൂട്ട് കൊടുക്കുന്നു നമ്മുടെ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ്, സെല്യൂട്ട് കൊടുക്കുന്നു ആൻ്റണി ടൈലർ, ദ പ്രീമിയർ ലീഗ് റെഫറി ആയിരുന്നു. ആൾ 5 സെക്കൻഡ് എടുത്തുള്ളൂ. സെല്യൂട്ട് കൊടുക്കുന്നു സിമോൺ ഖ്യാർ, നമ്മുടെ ഡാനിഷിലെ ക്യാപ്റ്റൻ. ഒരു മീഡിയ അതിനെ മൊത്തം ഒരാളെ പ്രൈവസീനെ, ഒരാൾ ഇത്ര ദുരിതം അനുഭവിക്കുന്നത് കാണാൻ പാടില്ല എന്ന് വെച്ച് ഡാനിഷ് പ്ലേയേഴ്സൊക്കെ കൂടി ഷീൽഡ് ചെയ്തു. അത് കാരണം ഔട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഡാനിഷ് പ്ലേയേഴ്സ്, ഔട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ക്രിസ്റ്റ്യൻ എറിക്സൺ, ഐ വോണ്ട് റിവ്യൂ ഡെൻമാർക്ക് വേഴ്സസ് ഫിൻലാൻഡ്. ആ കളി ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല ഗൈസ്, ഞാൻ അത് വിട്ടു. ആ കളി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം, കാരണം ക്രിസ്റ്റ്യൻ എറിക്സൺ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതൊരു കാർഡിയാക്ക് അറസ്റ്റ് തന്നെയായിരുന്നു ഗൈസ്. കാർഡിയാക്ക് അറസ്റ്റ് ഇത് ക്രിസ്റ്റ്യൻ എറിക്സൺ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ അതിലൊരു വേൾഡ് കപ്പോ ഒരു യൂറോനേക്കാളും വലിയ പ്രൈസ് തന്നെയാണ് ഗൈസ്. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്സ് നമുക്ക് അത്ര ആഗ്രഹിക്കാൻ പാടുള്ളൂ ഗൈസ്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിങ്ങളാരും കാണാണ്ടിരിക്കുക, നിങ്ങളെല്ലാം നല്ല ദൃശ്യങ്ങൾ കാണുക. ക്രിസ്റ്റ്യൻ എറിക്സനെ നിങ്ങളിങ്ങനെ അറിയരുത്. ഞാനിത് കാണാൻ കാരണം 1000-ഓളം ആൾക്കാർ ഇപ്പോൾ ക്രിസ്റ്റ്യൻ എറിക്സൺ ട്വീറ്റ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഇവിടെ നിന്ന് തന്നെ. പക്ഷെ അവർ കുറേ പേര് കളി കണ്ടിട്ടില്ല എന്ന് പറയില്ല, പക്ഷെ കുറേ പേര് ക്രിസ്ത്യൻ എറിക്സൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോശം മിഡ്ഫീൽഡർ, മീൻസ് ഇങ്ങനെ ഒരു കുഴഞ്ഞു വീണ് ആൾക്ക് ഇഞ്ചുറി അങ്ങനത്തെ ഒരു ആളായി മാത്രമല്ല ക്രിസ്ത്യൻ എറിക്സൺ അറിയേണ്ടത്. ക്രിസ്ത്യൻ എറിക്സനെ നിങ്ങൾ അറിയേണ്ടത് ഒരു കെവിൻ ഡിബ്രൂയിനേക്കാളും ശേഷം, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിലേ നിങ്ങൾ അറിയാൻ പാടുള്ളൂ. അങ്ങനെ ഫ്രീ കിക്സ് ഒക്കെ ഇപ്പോൾ കോപ്പിറൈറ്റ് ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരായിരുന്നു തന്നെ. എനിക്കത് പറ്റുമെന്ന് അറിയില്ല. ഐ എം റിയലിറ്റീവ്ലി ന്യൂ ടു ദിസ് യൂട്യൂബ്. സോ ഞാൻ ഇനി പറഞ്ഞ് ഇത് ചെയ്യണ്ട. പക്ഷേ ക്രിസ്ത്യൻ എറിക്സന് നമ്മളുടെ ഹോം ഏജ്, എൻ്റെ ട്രിബ്യൂട്ട്, എൻ്റെ എല്ലാ പ്രേയേഴ്സും വെച്ചുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്നലത്തെ ഗെയിമിൽ തന്നെ ബെൽജിയം പിന്നെ ജയിച്ചിരുന്നു. ബെൽജിയം കംഫർട്ടബിൾ 3-0 വിൻ അഗേൻസ്റ്റ് റഷ്യ. അപ്പോൾ ലുക്കാക്കു നല്ലൊരു രീതിയിൽ കളിച്ചിരുന്നു. പിന്നെ ഞാനപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ക്രൊയേഷ്യ വേഴ്സസ് ഇംഗ്ലണ്ട്. ക്രൊയേഷ്യ വേഴ്സസ് ഇംഗ്ലണ്ട്. ലെറ്റ്സ് സീ. യെസ്, സോറി ഗൈസ്, യെസ്, ലോഡിങ് ഗൈസ്. ഈ ക്രൊയേഷ്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഗൈസ് ഒന്നും നോക്കാനില്ല. സ്കോർ ഇംഗ്ലണ്ട് ജയിച്ചു. നമ്മളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇത് ആദ്യമായിട്ടാണ് ഇത്ര കാലം യൂറോസ് നടന്നിട്ട്, ഓൾമോസ്റ്റ് ലൈക്ക് 50-60 ഇയേഴ്സ് യൂറോസ് നടക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ വട്ടമാണ് ഗൈസ് ഇംഗ്ലണ്ട് ജയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും ആദ്യത്തെ വട്ടമാണ് ഗൈസ് ഇംഗ്ലണ്ട് യൂറോസ് ഫസ്റ്റ് മാച്ചിൽ ജയിക്കുന്നത് യൂറോസിൻ്റെ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസും കൂടി ഈ യൂറോസിനുണ്ട്, ആരും അത് അറിയിക്കാണ്ടിരിക്കേണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാറ്റ്സ് ഒന്ന് പോവാം. 8 ഷോട്ട്സ് അടിച്ചു ഇവർ, 2 ഷോട്ട്സ് ആർ 2 ഷോട്ട്സ് ആർ ഗൈസ്. ഇത് ഒരു 1 ഗോൾ ഇല്ലെങ്കിൽ ഐ മേ സേ, ഞാൻ നിങ്ങൾക്ക് പറയാം, ഇതൊരു ഇംഗ്ലണ്ട് ഫുൾ ഡോമിനേറ്റഡായി കളിച്ചെന്ന് ഞാൻ തോന്നുന്നില്ല. ഫസ്റ്റത്തെ ഹാഫിൻ്റെ കളിയിൽ അവർക്ക് കൂടുതൽ പൊസിഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് എ ടൂർണമെൻറ്റ് ഫുട്ബോൾ. ഞാൻ പറഞ്ഞില്ലേ, യു കാൺട്ട് എക്സ്പെക്ട് മാൻ സിറ്റി കളിക്കുന്ന പോലെയോ എല്ലാ ടീമിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് ഡിഫറെൻറ്റ് കൾച്ചർ, മനസ്സിലായോ? സ്പെയിൻ കളിക്കുമ്പോൾ കുറച്ചും കൂടി പൊസിഷൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വി കാൺട്ട് എക്സ്പെക്ട് ലൈക്ക് ഇംഗ്ലണ്ടിനോട് സ്പെയിൻ്റെ പോലെ കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ഗൈസ്. ഇംഗ്ലീഷ് ഫുട്ബോളിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അത് മറക്കാണ്ട് അവർ കളിച്ചു. ദേ വർ ഡിഫെൻസീവ്ലി വെരി സോളിഡ് ആൻഡ് അറ്റാക്കിംഗ് വൈസ് ഓൾസോ സൗണ്ട്. നൗ let's look at the selection and team lineup of England. ഇംഗ്ലണ്ട് ഗോളി ജോർഡൻ പിക്ഫോർഡ് ഒരു നല്ല സേവിങ് ഗോൾ കീപ്പറാണ്, മീൻസ് ഷോട്ട് സ്റ്റോപ്പർ എന്ന് പറയുന്ന ഗോൾ കീപ്പറാണ്. പക്ഷേ ആളുടെ ഫുട് വർക്ക്, ആളുടെ ഡെലിവറി, ആളുടെ ഡിസ്ട്രിബ്യൂഷൻ അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവരെ സെൻറ്റർ ബാക്ക് കോമ്പോയിലേക്ക് നമുക്കൊന്ന് പോകാം. സെൻറ്റർ ബാക്ക് കോമ്പോയിൽ ജോൺ സ്റ്റോൺസ് ഉണ്ട്, ടൈറൺ മിങ്സ് ഉണ്ട്. അത് ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിലെ നല്ല സെൻറ്റർ ബാക്ക് ഫെയറിംഗ് ആണ്. കാരണം മിങ്സിനെ നോക്കുമ്പോൾ, ഈ ടൈറൺ മിങ്സ് എന്ന കളിക്കാരനെ നോക്കുമ്പോൾ, ടൈറൺ മിങ്സിനൊരു ഹയർ ഏരിയൽ എബിലിറ്റി ഉണ്ട് ഗൈസ്. അപ്പോൾ ലോങ് ബോൾസ് വന്നു കഴിഞ്ഞാലോ അതോ ക്രോസുകൾ വന്നു കഴിഞ്ഞാലോ ഒരാളുണ്ട് ഗൈസ് ഒരു ഡിഫെൻഡ് ചെയ്യാൻ. രണ്ടാമത് ജോൺ സ്റ്റോൺസ് നല്ല പേസി ബിൽഡപ്പ്, ബാക്കിൽ നിന്ന് നല്ല ഫുട് വർക്കോടെ, ലെഫ്റ്റ് ഫുട്ടഡ് ആണ്. അപ്പോൾ മിങ്സ് റൈറ്റ് ഫുട്ടഡ്, ഡിസ്ട്രിബ്യൂഷന് ജോൺ സ്റ്റോൺസ് ലെഫ്റ്റ് ഫുട്ടഡ്. അത് രണ്ടുപേരും ഹെൽപ്പ് ചെയ്യും ഗൈസ്. അപ്പോൾ അതും ഒരു ഗുഡ്. ഇപ്പോൾ ഐ വിൽ സജസ്റ്റ്, ഇഫ് ഹാരി മെഗ്വയർ ഇസ് ഗുഡ്, ആള് ഫിറ്റ് ആണെങ്കിൽ ഹാരി മെഗ്വയർ ആണ് ഇവിടെ കളിക്കേണ്ടത്. നോ ഡൗട്ട് ഹാരി മെഗ്വയർ തന്നെയായിരിക്കും കളിക്കുക. കാരണം മെഗ്വയറിന്റെ ഒരു ആരിയൽ ഡോമിനൻസും ഇതും വെച്ച് നോക്കുമ്പോൾ മിങ്സിന് കുറവാണ്. മിങ്സിനുണ്ട്, ഇപ്പോഴത്തെ ബെസ്റ്റാണ്, പക്ഷേ മിങ്സ്. പിന്നെ ലൈക്ക് അത് സർപ്രൈസിങ് തിങ് വാസ് ദ വിങ് ബാക്സ് ഫുൾ ബാക്സ് നോക്കുമ്പോൾ കൈൽ വോക്കർ ആൻഡ് കിരൺ ട്രിപ്പിയെ, ഇവർ രണ്ടുപേരും റൈറ്റ് ബാക്ക് ആണ് ഗൈസ്. ഐ ഡോണ്ട് നോ വൈ ഗാരറ്റ് സൗത്ത്ഗേറ്റ് is adamant to play Kieran Trippier or Kieran Trippier. കാരണം കിരൺ ട്രിപ്പിയറിനേക്കാൾ നല്ല ചിൽവലിനെ വേണമെങ്കിൽ കളിപ്പിക്കായിരുന്നു. ചിൽവലിനെ അല്ലെങ്കിൽ ലൂക്ക് ഷോ കൂടുതൽ കളിക്കായിരുന്നു ഗൈസ്. അപ്പോൾ കൈരൻ ട്രിപ്പിയർ വന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് ഗൈസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിസ് സെറ്റ് പീസ് ബ്രില്യൻസ്. നിങ്ങളെല്ലാവരും ഈ ക്രൊയേഷ്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഓഫ് വേൾഡ് കപ്പ് എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത് ചെയ്യണതായിരിക്കും. ലൈക്ക് ട്രിപ്പിയറിൻ്റെ ഒരു ഫ്രീ കിക്കിലൂടെയാണ് അവർ ലീഡ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഗൈസ് കിരൺ ട്രിപ്പിയറിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഗൈസ്, ലെറ്റ്സ് കം ടു കൈൽ വോക്കർ.
ഐ തിങ്ക് ഗാരറ്റ് സൗത്ത് ഗേറ്റ് വെൻ ഫോർ എക്സ്പീരിയൻസ്, അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ. കാരണം കൈൽ വോക്കർ വാസ് ഗുഡ്, ഹി വാസ് ഗുഡ്, ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്, പക്ഷേ ഒരു സോളിഡ് പെർഫോമൻസ് തന്നെ പറയാം, ഒരു ആവറേജ് പെർഫോമൻസ് തന്നെ പറയാം. അധികം വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ല. വോക്കറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ലോട്ട്സ് ഓഫ് പേസ്. കൈൽ വോക്കർ മാൻ സിറ്റിയിൽ കളിക്കുമ്പോൾ അപ്പോൾ അവൻ ലൈക്ക് ഡിഫൻസിലും അറ്റാക്കിലും ഈക്വലി ഇത് ചെയ്യാം, പക്ഷേ ഒരു ഡെലിവറി ഒന്നും അത്ര നന്നായില്ല ഗൈസ്. പിന്നെ നമുക്കറിയാം 4-2-3-1 ഒരു പ്രധാന ഘടകമാണ് ആ ഡബിൾ പിവറ്റ്. ഈ രണ്ടുപേര് ഗൈസ്, നിങ്ങൾക്ക് കർസർ കാണാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇതാണ് കാൽവിൻ ഫിലിപ്സ്, ഡെക്ലൻ റൈസ്. ഗൈസ് കാൽവിൻ ഫിലിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാൽവിൻ ഫിലിപ്സ് ലീഡ്സിൻ്റെ കളിക്കാരനാണ്. വൺ ഓഫ് ദ ലൈക്ക് നല്ല അത്ലറ്റിക് പ്ലെയർ ആണ്. സോ ഒരു ഡബിൾ പിവറ്റിൽ നന്നായി കളിക്കാം. പിന്നെ നമ്മുടെ ഡെക്ലൻ റൈസ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഡിഫെൻസീവ് ഒരു സെൻറ്റർ ബാക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്നും ഈ കർസറുടെ രീതിയിലൊന്നും നിങ്ങളുടെ ഇമാജിനേഷനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫോർമേഷനിൽ ഈ ഡെക്ലൻ റൈസിന് കുറച്ച് ഇറങ്ങി നിൽക്കാം. അപ്പോൾ ഈ വിങ് ബാക്സിന് രണ്ടും പുഷ് ചെയ്യാം. അങ്ങനെയായിരിക്കും ഇവരുടെ ഒരു ഉദ്ദേശം ഗൈസ്. അതാണ് ഇവർ കളിച്ചിരുന്നത്. പിന്നെ 4-2-3 ഫിൽ ഫോർഡൻ ആണ് ഇവിടെ റൈറ്റ് വിങ്. കുഴപ്പമില്ല. മേസൺ മൗണ്ട്, ഒരു നമ്പർ 10 മേസൺ മൗണ്ട്, രഹീം സ്റ്റെർലിംഗ്, പിന്നെ ഹാരി കെയ്ൻ. അതാണ് ഇവരുടെ ഫോർമേഷൻ. ഞാൻ ഈ 3-4 പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽ ഇതിലേക്ക് വരാം ഗൈസ്. നമുക്ക് ഇവരുടെ ടീം നോക്കാം. ഒരു ക്ലാസിക് 4-3-3. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നോക്കേണ്ട ഗൈസ് ഈ മിഡ്ഫീൽഡ് തന്നെയാണ്. ബ്രോസോവിച്ച്, ഇന്റർ മിലാൻ്റെ ബ്രോസോവിച്ച്, കോവച്ചിച്ച്, ചെൽസിയുടെ കോവച്ചിച്ച്, ലൂക്ക മോഡ്രിച്ച്. അപ്പോൾ കോവച്ചിച്ചും ലൂക്ക മോഡ്രിച്ചും ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡേഴ്സ് എന്ന രീതിയിലാണ് കളിക്കേണ്ടിയിരുന്നത്. ബ്രോസോവിച്ച് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, ഒരു ഡിഫെൻസീവ് ഇതിനു വേണ്ടി. കോവച്ചിച്ചും ലൂക്ക മോഡ്രിച്ചും നന്നായി കളിച്ചു ഗൈസ്, പക്ഷേ ആ ഒരു കോർഡിനേഷൻ ഇതും വന്നില്ല. ഓൾമോസ്റ്റ് ഒരു ഗെയിം ഒരു ഹാർഡ് വാച്ച് ആയിരുന്നു ഗൈസ്, ബിക്കോസ് ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ അധികം ഉണ്ടായിരുന്നില്ല. നൗ ലെറ്റ്സ് കം ടു റേറ്റിംഗ് ആൻഡ് ഐ സേ അബൌട്ട് ദ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഓഫ് ദിസ് ഇംഗ്ലണ്ട്. ഡെക്ലൻ റൈസ്, കാൽവിൻ ഫിലിപ്സിൻ്റെ ഒരു നല്ല കളിയായിരുന്നു, ബിക്കോസ് ഹി വാസ് മോർ ഓഫ് എ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ. ഒരു ബോക്സ് ടു ബോക്സ് പോലെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷനും ഡിഫൻസിലും ഹെൽപ്പ് ചെയ്തിരുന്നു ഗൈസ്. അതാണ് കാൽവിൻ ഫിലിപ്സിൻ്റെ റേറ്റിംഗ് കൂടുതൽ. പിന്നെ രഹീം സ്റ്റെർലിംഗ് ആണ് ഗോൾ അടിച്ചത്. ഒബ്വിയസ്ലി രഹീം സ്റ്റെർലിംഗ് ഒരു ഡൗട്ടായിരുന്നു, കാരണം എല്ലാവർക്കും വേണ്ടത് ലൈക്ക് എവ്രി വൺ വാസ് സ്ക്രീമിങ് ഫോർ ജാക്ക് ഗ്രിലീഷ്. കാരണം ഗ്രിലീഷിൻ്റെ ഒരു ഫ്ലെയർ ലൈക്ക് ദേ സിം ഹാസ് ആളെ അവരുടെ ഒരു ഗാസ എന്ന് പറഞ്ഞിട്ടൊരു പോളോ ഗാസിയോള ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ആ ഗാസയുടെ ഒരു ഗാസ എന്ന് പറഞ്ഞ പ്ലെയറുടെ ഒരു ഗ്യാസ്കോ ഇപ്പോൾ കറക്റ്റ് ഗൈസ്. ഇപ്പോൾ ഓർമ്മ ഗ്യാസ്കോയുടെ ഒരു ശൈലിയാണ് ജാക്ക് ഗ്രീലിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ജാക്ക് ഗ്രീലിഷിനാണെന്ന് ഇവർക്ക് കുറച്ചും കൂടി താല്പര്യം. പക്ഷേ സ്റ്റെർലിംഗ് കളിച്ചു, കുഴപ്പമില്ല ഗൈസ്, നല്ലൊരു മൂവ് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് രഹീം സ്റ്റെർലിംഗ് ആണ് അല്ലെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡാണ് ഇവിടെ കൂടുതൽ നന്നാവുക. മേസൺ മൗണ്ട്, ഗുഡ് പെർഫോമൻസ്. മേസൺ മൗണ്ട് എല്ലാ സ്ഥലത്തും ലിങ്കപ്പ് ചെയ്തു, അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. പിന്നെ ഫിൽ ഫോർഡൻ ഫസ്റ്റ് ഹാഫിൽ ഒരു ക്രൂഷ്യൽ ചാൻസ് ഗോൾ അടിക്കേണ്ടായിരുന്നു, ഭാഗ്യവശാൽ ഗോളായില്ല എന്നുള്ളൂ. പിന്നെ ഹാരി കെയ്ൻ, ഐ വിൽ ഡിസ്കസ് അബൌട്ട് ഹാരി കെയ്ൻ ഇൻ ഡീറ്റെയിൽ. അത് കാരണം ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ അതൊരു മുമ്പ് ഒന്ന് പറഞ്ഞു നിർത്തോട്ടെ. അപ്പോൾ ഫിൽ ഫോർഡൻ കുറച്ചും കൂടി നന്നായി കളിച്ചു ഗൈസ്. അപ്പോൾ ഇനി ഇവരുടെ അധികം നമുക്ക് ഇത് ചെയ്യാനില്ല. അറ്റാക്കിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു അധികം സ്പെസിഫിക് ആയിട്ടില്ല. കാരണം ഇവരുടെ ഏറ്റവും വലിയ മിസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഈ നമ്മുടെ ക്രൊവേഷ്യയുടെ ഒരു രീതി അല്ലെങ്കിൽ ക്രൊവേഷ്യയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ലോങ് ബോൾസ് ആണ് ഗൈസ്. അപ്പോൾ ലോങ് ബോൾസ് ഇവാൻ പെരിസിച്ച് ഇന്റർ മിലാൻ്റെ കളിക്കാരനിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇവാൻ പെരിസിച്ചും അധികം അങ്ങനെ ഇതായില്ല ഗൈസ് ഇത്തവണത്തെ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ അവർക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയില്ല ഗൈസ്. അതാണ് അവിടെ സംഭവിച്ചത് ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാണ് ഇവാൻ പെരിസിച്ചിൻ്റെ. അപ്പോൾ ഒരു മാൻചൂക്കിച്ച് എന്ന് പറഞ്ഞ കളിക്കാരൻ ഇപ്പോൾ അവർക്ക് റിട്ടയർ ആയിട്ടുണ്ട്. മാരിയോ മാൻചൂക്കിച്ചിൻ്റെ ഒരു ഏരിയൽ ഡോമിനൻസ് ഇവിടെ കുറവുണ്ട്. അത് കാരണം ലോങ് ബോൾസ് ടൈറൺ മിങ്സ് നന്നായി തന്നെ ടാക്കിൾ ചെയ്തു എന്ന് തന്നെയാണ് ഗൈസ് പറയാനുള്ളത്, നോ ഡൗട്ട്. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്, ഒരു സെക്കൻഡ് ഗൈസ്. അപ്പോൾ അത് തന്നെയാണ് ഗൈസ്. വേറെ റേറ്റിംഗ് ഒക്കെ പറഞ്ഞാൽ മോശമായിരുന്നു ഗൈസ്. അപ്പോൾ
അപ്പോൾ ഈ ഗൈസ് ഇത്രയാണ് എനിക്ക് ഈ കളിയിൽ പറയുന്നത്. കളി ഒരു KG അഫെയർ ആയിരുന്നു. പുതിയ ഫോർമേഷൻ ടീം സെറ്റ് ചെയ്യാൻ ഫസ്റ്റ് മാച്ച് ഓക്കെ ദേ ഗോട്ട് ദ ജോബ് ഡൺ, അത്രേ പറയാൻ പറ്റുള്ളൂ ഗൈസ്. ഇംഗ്ലണ്ട് വാസ് നോട്ട് ആസ് ഇംപ്രസീവ് ആസ് ബെൽജിയം ഓർ ആസ് ഇംപ്രസീവ് ആസ് ഇറ്റലി, ടോപ്പ് സൈഡ്സ് ദാറ്റ് പ്ലേഡ് ടിൽ നൗ. പക്ഷേ ഇംഗ്ലണ്ട് ഡിഡ് ദെയർ ജോബ് ആൻഡ് നമുക്കെല്ലാവർക്കും അറിയണം ഇംഗ്ലണ്ടിൻ്റെ എക്സ്പെക്ടേഷൻ മാത്രമാണ് കൂടുതലുള്ളത്. പെർഫോമൻസ് ഒരിക്കലും 2016 ഒരു ഐസ്ലാൻഡിൻ്റെ ഒപ്പം തോറ്റിടുന്നത്. എനിവേ ദേ ഗോട്ട് ദ ജോബ് ഡൺ അഗെയിൻസ്റ്റ് വൺ ഓഫ് ദ ഗുഡ് സൈഡ്സ് ഇൻ ദെയർ ഗ്രൂപ്പ്, ക്രൊയേഷ്യ. അപ്പോൾ ക്രൊയേഷ്യയുടെ ഒപ്പം ജയിച്ചത് ദാറ്റ് വിൽ ബി എൻ ഇമ്മൻസ് കോൺഫിഡൻസ് ഫോർ ദം. പക്ഷേ കളിയുടെ എല്ലാം ടോക്കിംഗ് പോയിന്റ് വന്നു നിന്നത് ഒരാളുടെയിലാണ്, ഹാരി കെയ്ൻ. ഹാരി കെയ്ൻ മര്യാദയ്ക്ക് കളിച്ചില്ല, ഹാരി കെയ്ൻ ഇതാണ് അതാണ് അങ്ങനെ. ലൈക്ക് ഇഫ് യു സീ ലൈക്ക് ഞാൻ എൻ്റെ ട്വിറ്റർ പേജ് എടുത്ത് കാണിച്ചു തരാം. ഹാരി കെയ്നിന് വന്ന ഒരു വിമർശനം. യെസ്, ഹാരി കെയ്ന് കിട്ടിയൊരു വിമർശനങ്ങളൊക്കെ ട്രോളിങ് ഇങ്ങനെ കണ്ടോ. കിരൺ മൂർ 1, ഹാരി കെയ്ൻ 0, ഹാരി കെയ്ൻ ദിസ് ഇസ് ഹാരി കെയ്ൻസ് പെർഫോമൻസ് എന്നിട്ട് അങ്ങനെ ഒരു ലുക്ക് ലൈക്ക് ഹാരി കെയ്നെ ബ്രൂട്ടലി ആൾക്കാർ ട്രോളിങ് ആണ് ഗൈസ്. കാരണം ഐ ഡോണ്ട് നോ വൈ, പക്ഷേ ഇംഗ്ലണ്ട് ചില പ്ലേയേഴ്സിനെ ഹൈലി റേറ്റ് ചെയ്യും, ചില പ്ലേയേഴ്സിനെ കണ്ടോ ഹാരി കെയ്നിൻ ഫസ്റ്റ് ഹാഫ്, ചില പ്ലേയേഴ്സിനെ റേറ്റ് ചെയ്യേണ്ട പ്ലേയേഴ്സിനെ അവർ റേറ്റ് ചെയ്യില്ല. ലൈക്ക് ചില പ്ലേയേഴ്സിനെ അവർ വാനോളം പൊക്കും. ഫിൽ ഫോഡൻ അവരൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതുണ്ട് കണ്ടോ ഗൈസ്, ലുക്കാക്കു വേഴ്സസ് ലുക്കാക്കു ജയിച്ചു, ഹാരി കെയ്ൻ ഇതാണ്. അങ്ങനെ ഹാരി കെയ്നെ കുറിച്ച് ട്രോളിങ് ആയിരുന്നു ഗൈസ്. ഹാരി കെയ്നെ കുറിച്ച് ഒന്നാമത്തെ കാര്യം, ഞാൻ ഹാരി കെയ്നെ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഹാരി കെയ്ൻ്റെ ഒരു വൺ ഓഫ് ദ ക്ലോസസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ എറിക്സൺ, നോ ഡൗട്ട്. അങ്ങനെ ട്വീറ്റ് ചെയ്ത് വെക്കുന്നത് കാണാം എറിക്സനെ കുറിച്ച്, അപ്ഡേറ്റ് റിഗാർഡിങ് എറിക്സൺ, സെൻഡിങ് ഓൾ മൈ ലവ് ടു ക്രിസ്ത്യൻ എറിക്സൺ. അപ്പോൾ അവരൊരു മെൻറ്റാലിറ്റി, ലെറ്റ്സ് ഡോണ്ട് റൈറ്റ് ഓഫ് ഹിം, നമുക്ക് ആളെ എഴുതിത്തള്ളാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞു ഗൈസ്, ഈ മൊത്തം ഇംഗ്ലണ്ടിൻ്റെ ഗാരറ്റ് സൗത്ത്ഗേറ്റിൻ്റെ വേ ഓഫ് കളി അത്ര അട്രാക്റ്റീവ് അല്ല. പിന്നെ ഈ കളി പ്രത്യേകിച്ച് ക്രൊയേഷ്യ ഒരു ഡിഫെൻസീവ് സൈഡായ കാരണം നിങ്ങൾ ജയിച്ചത് ഒരു ഗോൾ കാരനാണ്. ആ ഒരു ഗോളിൽ 3 ആൾക്കാരാണ് ഗൈസ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അത് ഞാൻ എൻ്റെ ഇതിലല്ല, ഞാൻ ഈ യൂട്യൂബിലൊരു ട്വിറ്ററിലൊരു പ്രൊഫൈൽ അതിനെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഐ ഗീവ് ക്രെഡിറ്റ് ടു ദം, ബട്ട് ഇറ്റ്സ് എ ഫുട്ബോൾ കോച്ച് ഐ തിങ്ക്. അപ്പോൾ സി ഈ ഒരു മിനിറ്റ് ഗൈസ്, സോറി ഗൈസ്, സൗണ്ട് ക്ലോസ് ഓഫ് ചെയ്യട്ടെ, ഒരു മിനിറ്റ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാം ഇത് കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് അധികം ക്ലാരിറ്റി ഇല്ല ഗൈസ്, പക്ഷേ നിങ്ങൾ ഏകദേശം ഊഹിച്ചോളൂ. ഞാനധികം റിയൽ വണ്ണൊന്നും എടുക്കണില്ല, കോപ്പി റൈറ്റിൻ്റെ ഒരു ഇത്. പക്ഷേ നിങ്ങൾക്ക് അത് ഹാരി കെയ്ൻ്റെ ഒരു ഇതാണ് അത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കേഴ്സർ വെച്ചേക്കണത് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ രഹീം സ്റ്റെർലിംഗ്, ഇത് ഹാരി കെയ്ൻ, ഇതാണ് കാൽവിൻ ഫിലിപ്പ്. കുറച്ചും കൂടി ചെറുതായ കുറച്ചും കൂടി ക്ലാരിറ്റി ആണെന്ന് തോന്നുന്നു. അപ്പോൾ 3 പേരാണ് ഇതിൽ മെയിൻ ഇത് ചെയ്യണത്. ഒന്ന് കാൽവിൻ ഫിലിപ്പ് അസിസ്റ്റ് ടു ഹാരി കെയ്ൻ ഇത് ചെയ്തു. നിങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ടൈം ലൈനിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ പറയുന്നത് ഗൈസ്, നമ്മൾ സ്റ്റാറ്റ്സ് കൊണ്ട് മാത്രം ഫുട്ബോൾ കളി കാണരുത്. ഇവിടെ ഗോൾ ഇപ്പോൾ കാണിക്കും. ഞാൻ സ്റ്റാറ്റ്സ് എടുത്ത് കണ്ടു. സ്റ്റാറ്റ്സ് എടുത്ത രഹീം സ്റ്റെർലിംഗ് ഗോൾ അടിച്ചു, കാൽവിൻ ഫിലിപ്സ്. അപ്പോൾ സ്റ്റാറ്റ്സ് വായിച്ച് ട്വീറ്റ് ചെയ്യണവർക്കും ട്രോൾ ചെയ്യണവർക്കും ഇത്ര ആലോചിക്കുന്നുണ്ട്, രഹീം സ്റ്റെർലിംഗ് കാൽവിൻ ഫിലിപ്സൊക്കെ കളിച്ചുള്ളൂ. പക്ഷേ ഫുട്ബോൾ എന്ന രീതിയിൽ ഐ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. ആ സംഭവം ഒന്നും ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ നോക്കൂ, ഇവിടെ കാൽവിൻ ഫിലിപ്സ് ബോൾ കൊണ്ടുപോകണം. ആ സ്പേസ് കണ്ടോ, ആ സ്പേസ് നോട്ട് ചെയ്യേണ്ട, ആ സ്പേസ് മാർക്ക് ചെയ്യേണ്ട ഡിഫൻഡറാണ് ഇയാളെ ഹാരി കെയ്ൻ ഇങ്ങനെ വലിക്കും. നോക്കൂ ഗൈസ്, ഹാരി കെയ്ൻ ആ സ്പേസ് ഉണ്ടാക്കാണ്. ഹാരി കെയ്ൻ കുറച്ച് മാറി ഈ മൗസിൻ്റെ ഇവിടെ നിന്നാൽ അവിടെ ഫുൾ ടൈറ്റ് ബ്ലോക്കായി. മനസ്സിലായോ ഗൈസ്? അപ്പോൾ ഹാരി കെയ്ൻ്റെ ഉള്ളിൽ വലിക്കുന്ന ഈ ഡിഫൻഡറിന് കൊടുത്തതാണ് ഇത്ര സ്പേസ് ആർക്ക് കൊടുത്തത്? സ്റ്റെർലിങ്ങിന് കൊടുത്തത് ഗൈസ്. അതാണ് നമ്മൾ ശരിക്കും ഐ തിങ്ക് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടോക്ക് സ്പോട്ടിൽ പോയി ജോസെ മൊറിഞ്ഞോ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഹാരി കെയ്ൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ 2 പേരുടെയും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ സ്പേസ് കൂട്ടി,
അവരെ അൺകംഫർട്ടബിൾ ആക്കി. ഒരാളെ ഇത്ര ഡിസ്റ്റൻസ് വെച്ച് മറ്റാൾക്ക് മാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ഡിസ്റ്റൻസ് ആയി ഗൈസ്. സി ഡിഫറൻസ്. അപ്പോൾ ഹാരി കെയ്ൻ ഒന്ന് ഇങ്ങോട്ട് വലിച്ചുകൊണ്ടാണ് ഇത്ര സ്പേസ് ഉണ്ടായിരുന്നത്. ലൈക്ക് ഇഫ് യു സീ ഫുട്ബോൾ, ഞാൻ ഐ എം ബോറോയിങ് ദിസ് ഫ്രം ജോസെ മൊറിന്യോ. There are some strikers who, if they don't score a goal, they are useless for a team. But there are some striker who plays even if they don't. Like they must be first in the team sheet if they don't score a goal. Means goal അടിച്ചില്ലെങ്കിലും അവരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരിക്കും. നമ്മൾക്കൊരു ദിവസം റോബർട്ടോ ഫർമീനോനെ ഒന്ന് അനലൈസ് ചെയ്യാം. കാരണം റോബർട്ടോ ഫർമീനോ വൺ ടൈം അത് ആളങ്ങനെയായിരുന്നു. ഒരു ഫോൾസ് നയൻ എന്ന രീതിയിൽ, ഫോൾസ് നയൻ ടെക്നിക്ക് എന്ന രീതിയിൽ കളിക്കുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ ഹാരി കെയ്ൻ ആ ഡിഫൻഡേഴ്സിനെ വിളിച്ച് ആ സ്പേസ് ഉണ്ടാക്കുന്നത് ഒരു ടീം വർക്കാണ് ഗൈസ്. ഒരു ഗോളിനാണ് നിങ്ങൾ ജയിച്ചേക്കുന്നത്. ഞാൻ പറയുന്നത് ഹാരി കെയ്ൻ്റെ പെർഫോമൻസ് സൂപ്പർ ആയില്ല എന്നല്ല, ആളൊരു ഓപ്പൺ ഗോൾ അതൊരു വേറെ ദിവസമാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ആളുടെ മനസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ലുക്കാക്കു, ഹാരി കെയ്ൻ, എല്ലാവരും പറയണ്ടല്ലോ ദേ ലുക്കാക്കു 1 ഹാരി കെയ്ൻ 0. അങ്ങനത്തെ കറക്റ്റ് ലുക്കാക്കു ഹാരി കെയ്ൻ ആയിരിക്കും കുറച്ചും കൂടിയും നല്ലത്. പക്ഷെ ഐ വിൽ സേ ലുക്കാക്കു ഇസ് ബെറ്റർ പൊസിഷൻ ഈ ഫൈറ്റിൽ. കാരണം ലുക്കാക്കു ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സേ ഒരു ടോപ്പ് 5 സ്ട്രൈക്കർ, ടോപ്പ് 3, ടോപ്പ് 5 നിങ്ങളുടെ പേഴ്സണൽ സ്ട്രൈക്കർ എടുത്തു കഴിഞ്ഞാൽ, ഒരു പേഴ്സണൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലുക്കാക്കു വേണം ഗൈസ്. ബിക്കോസ് ഹീസ് ട്രാൻസ്ഫോംഡ് ഹിസ് ഗെയിം. ലുക്കാക്കു ഫിസിക്കൽ സ്ട്രെങ്ത്, ടെക്നിക്കൽ അബിലിറ്റി, ഗുഡ് ടെക്നിക്കൽ അബിലിറ്റി, ഗ്രേറ്റ് സ്പീഡ്, ഫൈൻ ഫിനിഷിംഗ് എല്ലാം ഉണ്ട് ലുക്കാക്കുവിന്. There is no doubt. If you compare Harry Kane, Harry Kane's good qualities എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ his game intelligence is above, like അതൊരു 100, ഒരു ഫുട്ബോളിങ് IQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അങ്ങേർക്ക്. രണ്ടാമത് അങ്ങേർക്കുള്ളത് ബോൾ ഹോൾഡിംഗ് കപ്പാസിറ്റി, ഫിനിഷിംഗ്, ലോങ് ഷൂട്ട്. അതൊക്കെ ആള് ഒരു ക്രിസ്റ്റൽ പാലസിനെതിരെ ഈ സീസണിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. സ്വിങ് ചെയ്തിട്ട് നമ്മളൊരു ടെന്നീസ് കളിക്കുമ്പോൾ എങ്ങനെ ഇട്ടില്ലേ അതുപോലെയാണ് ഗൈസ് അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലുക്കാക്കു ഇത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രൈക്കേഴ്സ് ആണ് ഗൈസ്. ഒരാൾ ഒരു ഫോൾസ് നയൻ, ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന രീതിയിൽ പ്ലേ ചെയ്ത് ഇങ്ങനെ ഫോക്സിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുന്ന ആളാണ്. മറ്റാളൊരു പ്യുവർ ഗോൾ പൗച്ചറാണ് ഗൈസ് ലുക്കാക്കു. അങ്ങനെ അധികം ഹോൾഡ് ചെയ്യും, അത് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ നിങ്ങൾ ലുക്കാക്കുയുടെ യുണൈറ്റഡ് ഡേയ്സിലൊക്കെ കാണാം അങ്ങേർക്ക് കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരും കളിക്കാൻ. പക്ഷെ ഹാരി കെയ്ൻ്റെ ഓരോ ടച്ചസും ഓരോ ലിങ്ക് അപ്പ് പ്ലേയും ഇസ് സെക്കൻഡ് ടു നൺ. അപ്പോൾ നമ്മളെല്ലാവരും ഹാരി കെയ്നെ ട്രോളിനേക്കാൾ മുമ്പ് ആലോചിക്കണം ഈ ഹാരി കെയ്ൻ്റെ ഇൻഫ്ലുവൻസ് ഇൻ ദിസ് ഗെയിം, അതും കൂടി നമ്മൾ ആലോചിക്കണം. പക്ഷേ ഞാനൊന്നുകൂടി ലൈക്ക് ഹാരി കെയ്നെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ് ഈ വീഡിയോ ഒന്ന് റാപ്പപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്. ഹാരി കെയ്ൻ ഇസ് ലൈക്ക് one of the most, like I feel it, one of the most hated persons in like English football. അതെന്താന്ന് വെച്ചാൽ he proves everyone wrong. എല്ലാവരും പറഞ്ഞു ഹാരി കെയ്ൻ ഇസ് എ 1 season wonder. ആദ്യത്തെ സീസൺ 20, അടുത്ത സീസൺ ആൾ 23 ഗോൾ അടിച്ചു. അതിൻ്റെ അടുത്ത സീസൺ ആൾ പറഞ്ഞു ഹാരി കെയ്ൻ അടുത്തത് പറഞ്ഞു ഹാരി കെയ്ൻ ഇസ് എ 2 season wonder. അടുത്ത സീസൺ അടിച്ചു. അങ്ങനെ ഒരു 5-6 സീസൺ വെൻ ഹീസ് ഫുള്ളി ഫിറ്റ് ഗൈസ് ഹീസ് ബീൻ ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഒരു പ്രോപ്പർ ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞ രീതിയിൽ. പക്ഷെ ഹാരി കെയ്ൻ്റെ ഒരു കുറവുണ്ട്, അത് പേസാണ്. പിന്നെ ഫിസിക്കൽ എബിലിറ്റി ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞു ഹാരി കെയ്ൻ ജോസെ മൊറിന്യോയുടെ അണ്ടറിൽ കളിക്കില്ല എന്ന് പറഞ്ഞു ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹാരി കെയ്നാണ് ഇത്തവണത്തെ അസിസ്റ്റ് ലീഡറും എല്ലാമായത് ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഹാരി കെയ്ൻ ഇസ് നോട്ട് എ നിസാര കളിക്കാരനല്ല ഗൈസ്. അപ്പോൾ ദിസ് റേറ്റിംഗ് ഇസ് ലൈക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് കുറവായിരുന്നു ഗൈസ്. ഷോട്ട്സ് ടേക്കൺ, ആൾ ഷോട്ട്സ് അടിച്ചില്ല. ബട്ട് ഈ സിമ്പിൾ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അത് തന്നെ മതി ഗൈസ് ഒരു ലീഡർ ആവാൻ. പക്ഷെ ബട്ട് ഐ തിങ്ക് ഇതൊരു സിംഗിൾ പെർഫോമൻസ് ആയിരുന്നു. ഐ തിങ്ക് ഒരു ഇൻഫ്ലുവൻസ്. പിന്നെ ഞാൻ പറഞ്ഞ ഹാരി കെയ്നും റഹീം സ്റ്റെർലിംഗും കൊണ്ട് ഗ്രീലിഷ് ആണെങ്കിൽ കുറച്ചും കൂടി കട്ട് ബാക്ക് ഇൻസൈഡ് ചെയ്ത് ബോൾ വാങ്ങിക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ഗ്രീലിഷിനേക്കാൾ നല്ല റഹീം സ്റ്റെർലിംഗ് അല്ലെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡ് ഉണ്ടെങ്കിൽ ഒരു സൺയുമയും ടോട്ടനാമിൽ കളിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഗൈസ്. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് ഗോ ഫോർ റഹീം സ്റ്റെർലിംഗ്, നോട്ട്
നോട്ട് ഗ്രീലിഷ് ഓൺ ദ ലെഫ്റ്റ്. ഗ്രീലിഷ് മേ പ്ലേ ഇൻ നമ്പർ 10. മേസൺ മൗണ്ടിന് പകരം കളിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ. പിന്നെ ഫിൽഫോർഡൻ, അതർവൈസ് ഫിൽഫോർഡന് പകരം ഗ്രീലിഷ് കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാൻചോ കളിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഫസ്റ്റ് ഗെയിം, ലെറ്റ്സ് നോട്ട് റൈറ്റ് എവറിത്തിങ് ഓഫ് ലൈക്ക് ഹാരി കെയ്ൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹാരി കെയ്ൻ്റെ ഒരു മെൻറ്റാലിറ്റി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ഈ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി, നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി, നമ്മളിന്ന് ക്രിസ്ത്യൻ എറിക്സനെ പറഞ്ഞു, ഇവരൊക്കെ ഈ സ്പോർട്സ്മെൻസ് ഒക്കെ സിംപിളൈസ് ചെയ്യും. ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫുട്ബോൾ റിലേറ്റഡ് അല്ലെങ്കിലും ഒരു കൺഗ്രാജുലേഷൻ, ഒരു റെസ്പെക്റ്റ് കൊടുക്കാം. നമ്മുടെ ഈ ഒരു നെവർ ഗിവ് അപ്പ് എന്നൊരു സ്പിരിറ്റ്, ഒരു ഫൈറ്റ് ബാക്ക്, ഒരു മെൻറ്റാലിറ്റി മോൺസ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മുമ്പ് അങ്ങേരുടെ ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ആദ്യത്തെ 2 സെറ്റ് ആള്, ടെന്നീസിലൊരു ലെജൻഡാണ്, 2 സെറ്റ് ആൾ തോറ്റിരുന്നു. നമ്മളൊക്കെ എഴുതി കുറിച്ചു. ഞാനൊക്കെ ആണെങ്കിൽ അപ്പോൾ പറഞ്ഞു എൻ്റെ അനിയനോട്, നിങ്ങളിനി കളി കാണണ്ട, നീ കളി കണ്ടിട്ട് കാര്യമില്ല, ഇയാൾ തോറ്റുന്നു. പക്ഷെ അങ്ങേര് തിരിച്ചു വന്നു അടിച്ച് ജയിച്ചു. ആൻഡ് ഇറ്റ് ഈസ് നൺ അതർ ദാൻ ദിസ് ഗൈ നൊവാക് ജോക്കോവിക് ഗൈസ്. എന്താണ് കളി? ഇങ്ങനത്തെ ഒരു, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, സ്കില്ലല്ല ഗൈസ്, പകുതി മെന്റൽ ടഫ്നെസ് ആണ് ഗൈസ്. മെന്റൽ ടഫ്നെസ് അത് ചില പ്ലേയേഴ്സിന്, ഗിഫ്റ്റഡ് പ്ലേയേഴ്സിന് അത് ഉണ്ടാവില്ല ഗൈസ്. പക്ഷേ ഇങ്ങേർക്ക് അതുണ്ട് ഗൈസ്. ആ ഒരു അവസാന സെറ്റ് വരെ പൊരുതി, അങ്ങനത്തെ ഒരു ഇത്. അപ്പം ഞാനിതിൽ ആളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ചെയ്യുന്ന ആള് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സാണ്. അതുപോലെ ഹി ഷോസ് ദാറ്റ് സ്പിരിറ്റ്, ഒരു സ്പോർട്സ്മാൻഷിപ്പ്. അങ്ങനെ തന്നെ ലാസ്റ്റ് എറിക്സനെയും ഒന്ന് ട്രിബ്യൂട്ട് ചെയ്തിട്ട്, ഇവര് ഈ 2 ലെജൻസിനൊന്നും ഇത് ചെയ്തിട്ട്, നൊവാക് ഇപ്പോഴും കളിക്കുന്നുണ്ട്, എറിക്സന്റെ കാര്യം അറിയില്ല ഇനി എന്തായിരിക്കും. ഐ ഹോപ്പ് ഹീ പ്ലേസ്. അല്ലെങ്കിൽ തന്നെ ആള് വേറെ ഏതെങ്കിലും ഫുട്ബോൾ, ലൈക്ക് ഫുട്ബോൾ നമ്മളെല്ലാവരും പറയണത്, ലാസ്റ്റ് ഒരു വരിയും കൂടി പറയാണ്, ഫുട്ബോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഫുട്ബോളേഴ്സിന് ഇത്ര പൈസ കിട്ടണ്ടേ, നിങ്ങൾ ഇങ്ങനെ കളിക്കും, നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കളിക്കുക, അവർ ഇത് ബൂ ചെയ്യാം, ഇത് ട്രോൾ ചെയ്യാം, റേഷ്യലി അബ്യൂസ് ചെയ്യാം. ഇന്ന് തന്നെ ഗൈസ് ഈ ഇംഗ്ലണ്ടിൽ നീ എടുക്കണ ആൾക്കാർ റേഷ്യലി അബ്യൂസ് ചെയ്തു ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയല്ല ഗൈസ്, ദേ ആർ ഓൾ ഹ്യൂമൻസ് ആഫ്റ്റർ ഓൾ, നമ്മളെ പോലെ തന്നെയുള്ളവരാണ്. ഈവൻ ദോ അവരുടെയൊക്കെ ജീവിതം വെച്ചാണ് ഗൈസ്. ഇതൊരു ഡേഞ്ചറസ് സ്പോർട്ട് തന്നെയാണ് ഗൈസ്. എത്രയോ പേര് മരിച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് ദേ ആർ പ്ലേയിങ് ഫോർ അസ്. സോ ഒരു നിമിഷം നമ്മൾ എല്ലാ ഫുട്ബോൾ ഫാൻസ് ഇത് കാണുന്ന എല്ലാ നിമിഷം ഒന്ന് പോയി ക്രിസ്ത്യൻ എറിക്സന്റെ ഒരു വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഈ കമൻറ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഞാൻ റിയാക്റ്റോ റിവ്യൂ ചെയ്യണമെങ്കിൽ അതും ക്രിസ്ത്യൻ എറിക്സന്റെ നിങ്ങൾ ഫേവറേറ്റ് മൂവ്മെന്റ്സ് അതൊക്കെ നമ്മൾ പറയാം. അങ്ങനെ നമുക്ക് തന്നെ ഒരു ക്രിസ്ത്യൻ എറിക്സന്റെ ഒരു ഇത് റെഡിയാക്കാം ഗൈസ്. അപ്പം ഞാൻ ഒരു ഷോർട്ട് നോട്ടീസും കൂടി തന്നിട്ട് നിർത്താണ് ഗൈസ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ എക്സ്റ്റേണൽ എക്സാം കൂടി വരികയാണ്. അപ്പോൾ ഐ വോണ്ട് ബി ഏബിൾ ടു ഫോക്കസ് ദാറ്റ് മച്ച് ഇൻ ഗെയിം. നെക്സ്റ്റ് ഗെയിം ഐ വിൽ ബി ഡൂയിങ് ഇസ് ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, സ്വീഡൻ, ഹംഗറി. ഐ ഹോപ്പ് പോർച്ചുഗൽ വിൻസ്. ഐ വോണ്ട് ടു സീ, എനിക്ക് സ്പെയിൻ്റെ കളിയും കാണണമെന്നുണ്ട്. പക്ഷെ ലൈക്ക് പ്രോപ്പർ റിവ്യൂ, പ്രോപ്പർ ലൈക്ക് 90 minutes ഐ വിൽ ബി വാച്ചിങ് ഫ്രാൻസ്, ജർമ്മനി. ഐ കാൺട്ട് മിസ് ദാറ്റ്. അപ്പോൾ ലൈക്ക് ദെൻ ഗൈസ് ഫോർ ദിസ് റൗണ്ട് ഓഫ് 16 ലൈക്ക് റിവ്യൂ കുറച്ച് കുറവായിരിക്കും. പക്ഷെ ക്വാർട്ടർ ഫൈനലിലോട്ട് നമ്മൾ വേറെ ലെവലായിരിക്കും ഗൈസ്. നിങ്ങൾ പോലെ അറിയാത്ത വേറെ ലെവൽ സാധനങ്ങളായിരിക്കും ഗൈസ്. പേടിക്കണ്ട. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം. നമുക്കപ്പോൾ ആ ഒരു ക്വാർട്ടർ, സെമി, ഫൈനൽ ആഘോഷിക്കാം, അടിച്ചു പൊളിക്കാം ഗൈസ്. പക്ഷേ ഇപ്പോൾ കുറച്ച് തടസ്സമുണ്ട്, അത് കാരണമാണ് ഇത് ചെയ്യണത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്ത്യൻ എറിക്സൻ്റെ ഞാനെല്ലാം പറഞ്ഞ പോലെ ഗൈസ്. അപ്പോൾ ഇനിയും പറഞ്ഞത് ദീർഘപ്പെടുത്തുന്നില്ല ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലോങ് ആണെന്നറിയാം, ഞാൻ ഷോർട്ട് ആക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് ഇത്ര കാര്യങ്ങൾ സംസാരിക്കേണ്ടത്, അത് കാരണമാണ് ഗൈസ്. എൻ്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നിങ്ങൾ നോക്കാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.